കാസർഗോഡ് ഫാത്തിമത്ത് സുഫൈദക്ക് സംഭവിച്ച ഈ കാര്യം ഏതൊരു പെണ്ണിൻ്റെയും ഹൃദയം തകർക്കുന്ന ഒന്ന് തന്നെയല്ലേ. മനുഷ്യർ ചിലപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കും. അത്രത്തോളം വാശി പിടിച്ചായിരിക്കും ചിലപ്പോൾ ഇവർ ആ തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്നാൽ തങ്ങളുടെ വാശി എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് പിന്നീട് അവർ തിരിച്ചറിയുമ്പോൾ ചിലപ്പോൾ അവർ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയൊരു കഥ തന്നെയാണിത്. 2 മാസം പ്രായമുള്ള താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ തനിച്ചാക്കി ഒരു ഉമ്മ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അത് എങ്ങനെയാണ് സ്വയം ജീവനെടുക്കലാകുന്നത്? താൻ പ്രാണനായി സ്നേഹിച്ച ഒരാൾ അയാൾക്ക് വേണ്ടി മറ്റെന്തിനേയും ത്യജിക്കാനും വലിയ നഷ്ടങ്ങൾ സഹിക്കാനും വീട്ടുകാരെ എതിർത്തും പ്രതിസന്ധികളെ മറികടന്നും അയാളുടെ കൈ പിടിച്ച് ഇറങ്ങുമ്പോൾ ഏതൊരു പെണ്ണും സ്വപ്നം കാണുന്നത് സ്നേഹം മാത്രമുള്ള ഒരു ജീവിതമാണ്. എന്നാൽ താൻ ചോദിച്ചു വാങ്ങിയ ആ ജീവിതം ഒടുവിൽ ഒരു നരകമായി മാറിയാലോ? കാസർഗോഡ് ഫാത്തിമത്ത് സുഫൈദ എന്ന 24-കാരിയുടെ മരണം കേരള മനഃസാക്ഷിയെ ഉലയ്ക്കുകയാണ്. 1-ാം വിവാഹ വാർഷികത്തിൻ്റെ തലേന്ന് 2 മാസം പ്രായമുള്ള തൻ്റെ കുഞ്ഞിനെ തനിച്ചാക്കി അവൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ സ്നേഹിച്ച ഭർത്താവിൽ നിന്നും അവൻ്റെ വീട്ടുകാരിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്ന വലിയ ക്രൂരതകളുടെ കഥയുണ്ട്. സുഫൈദ ആദിലിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത ജീവിതമായതുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിച്ച ക്രൂരതകൾ അവൾ പുറത്തു പറയാതെ ഉള്ളിലൊതുക്കി. സ്വർണവും സ്ത്രീധനവും ആവശ്യപ്പെട്ട് കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ആ വീട്ടിൽ സുഫൈദ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു. ഞാൻ തിരഞ്ഞെടുത്ത ജീവിതമല്ലേ എനിക്ക് അനുഭവിച്ചേ പറ്റൂ എന്ന് കരുതി അവൾ എല്ലാം സഹിച്ചു നിന്നു. ഒരു കുഞ്ഞുണ്ടായാൽ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും മനസ്സ് മാറുമെന്ന് അവൾ കരുതി കാണും. എന്നാൽ 2 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ഉമ്മയായിട്ടും അവളെയൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. നിരന്തരമായ മാനസിക ശാരീരിക പീഡനങ്ങൾ അവളെ അത്രമേൽ തളർത്തിയിരുന്നു. ഇനിയും സഹിക്കാനാകില്ല എന്ന് കണ്ടപ്പോഴാണ് ഒടുവിൽ സുഫൈദ ആ തീരുമാനമെടുത്തത്. ശനിയാഴ്ച രാത്രി വീട്ടുകാരെ വിളിച്ച് വിവരമറിയിക്കുന്നത് സഹോദരൻ ഓടിയെത്തി അവളെ ആ നരകത്തിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോഴാണ് അവിടെ ആ വലിയ ക്രൂരത അരങ്ങേറിയത്. അവളെ ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഇനി ആരുമില്ല എന്നുള്ള സത്യവും അവൾക്ക് മനസ്സിലായത്. ഭർത്താവിൻ്റെ വീട്ടുകാർ സഹോദരൻ്റെ കൂടെ സുഫൈദയെ പറഞ്ഞയച്ചില്ല. സ്വന്തം വീട്ടുകാരുടെ കൂടെ ഇറങ്ങിപ്പോകാൻ ഒരുങ്ങിയ ആ പെൺകുട്ടിയെ ആദിലും അവൻ്റെ കുടുംബവും ചേർന്ന് തടഞ്ഞു വയ്ക്കുകയായിരുന്നു. അവിടെ വെച്ച് വലിയ വാക്കേറ്റവും തർക്കങ്ങളുമുണ്ടായി. രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാതെ മാനസികമായി അങ്ങേയറ്റം തകർന്നാണ് സുഫൈദ ആ സമയത്ത് വീടിനകത്തേക്ക് ഓടിയത്. തിരിച്ചു വന്നത് കയ്യിലൊരു മാരകമായ രാസവസ്തുവുമായിട്ടാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തൻ്റെ കൺമുന്നിൽ വെച്ച് താൻ സ്നേഹിച്ച പെണ്ണ് കയ്യിൽ ആസിഡുമായി ജീവനൊടുക്കും എന്ന് പറഞ്ഞിട്ടും ആ ഭർത്താവിന് ഒരു കുലുക്കവുമുണ്ടായില്ല. അവളെ തടയാൻ നോക്കിയില്ലെന്ന് മാത്രമല്ല, രാസവസ്തു കുടിക്കാൻ സുഫൈദയെ പ്രേരിപ്പിച്ചത് സ്വന്തം വീട്ടുകാരുടെ കൂടെ പോകാൻ തയ്യാറായി ഇറങ്ങിയ ഒരു പെണ്ണിനെ തടഞ്ഞു നിർത്തി മാനസികമായി വേട്ടയാടി മരണത്തിലേക്ക് തള്ളിവിട്ടത് കൊലപാതകത്തിന് തുല്യമല്ലേ? ഒരു പെൺകുട്ടിയുടെ കയ്യിൽ മാരകമായ രാസവസ്തു ഇരിക്കുന്നത് കണ്ടിട്ടും ഒന്ന് തടയാൻ പോലുമാകാത്ത വിധം അത്രമേൽ ക്രൂരമായിരുന്നോ ഈ ആദിലെന്ന മനുഷ്യൻ്റെ മനസ്സ്? സുഫൈദയെ ഇല്ലാതാക്കിയത് ആ മാരകമായ വസ്തുവല്ല, അവളെ ഇല്ലാതാക്കിയത് ഭർത്താവിൻ്റെ ആ വാക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ആത്മഹത്യ എന്ന് വിളിച്ച് ലഘൂകരിക്കാൻ കഴിയില്ല. ഇത് ഭർത്താവും കുടുംബവും ചേർന്ന് നടത്തിയ കൃത്യമായ കൊലപാതകമാണ്. ഒരു പെണ്ണിനെ രക്ഷപ്പെടാൻ അനുവദിക്കാത്ത തരത്തിൽ തടഞ്ഞുവെച്ചതിനും മരിക്കാൻ തക്കവണ്ണം ക്രൂരത കാട്ടിയതിനും ആദിലിനും അവൻ്റെ കുടുംബത്തിനും നിയമം നൽകുന്ന പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം. അപ്പോൾ അവൾ ഇതൊക്കെ മറച്ചു വെച്ചു കുടുംബക്കാർ. അവളെ ഇഷ്ടത്തിന് അവളെ തിരഞ്ഞെടുത്തതല്ലേ. അപ്പോൾ കുടുംബക്കാർ വല്ല ആയിട്ട് ഉണ്ടാക്കിയ പുതിയാപ്പിളയല്ല. അപ്പോൾ അവളെ ഇഷ്ടത്തിന് തിരഞ്ഞെടുത്തുകൊണ്ട് അവൾ ഇതൊക്കെ മറച്ചു വെച്ചു. എന്ത് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും അവിടുന്ന് സഹിച്ചു നിന്നു. ഇവരോട് ആരും ഒന്നും പറഞ്ഞില്ല. അല്ല, അവസാനമാണ് ഉമ്മാട് പറഞ്ഞത്. അങ്ങനെ ഉമ്മ എന്തോ അവനോട് എന്തിനു നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉമ്മാനെ അടിക്കാൻ പോയി എന്നാണ് പറഞ്ഞത്. ഇവനെ അടിച്ചപ്പോൾ കുടുംബക്കാർക്ക് ഫോൺ വിളിക്കാൻ നോക്കുമ്പോൾ ഫോൺ പിടിച്ചു പറ്റിയിട്ട് ഫോൺ അടിച്ചു പൊളിച്ചു വന്നു. പിന്നെ അവൾ പോയിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആരോ പെണ്ണുങ്ങളെ, അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളോട് ഫോൺ വാങ്ങിച്ചിട്ട് അന്ന് ഉമ്മാക്ക് വിളിച്ചത്, എന്നെ ഇങ്ങനെ അടിച്ചിട്ട് എന്നെ പറ്റുന്നില്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന്.